എമ്പുരാൻ സിനിമയ്ക്കെതിരെയുള്ള സംഘികളുടെ ദുഷ്പ്രചരണവും കാര്യങ്ങളും എല്ലാം നമ്മൾ കേട്ടല്ലോ. അതുപോലെ തന്നെ മതം തലയ്ക്ക് പിടിച്ച ഒരു ചേച്ചിയുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദൃച്ഛികമായി കാണാനിടയായതാണ് ഈ വോയിസ് നോട്ട് ഇടാനുള്ളൊരു കാരണം. ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു വന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശുവരെയാണ്. അതായത്, എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ വലിയ കുരിശുവരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിശുവര സ്വന്തമായിട്ടുള്ളത്. തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത്. ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ, ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ, ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത്: എൻ ഏഞ്ചൽ ഹു ഈസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ്. അത് സാത്താനാണെന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറിപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ദ ഡെവിൾ ദർ ഇസ് നോ വേ ബാക്ക്. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ പിശാചുമായി ഒരു ഡീലുണ്ടാക്കുന്നു, പിശാചുമായി ഡീലുണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന്. ട്രെയിലറിന്റെ തന്നെ അടിക്കുറിപ്പായി വേറൊന്ന് കണ്ടു: റിമെമ്പർ ഇറ്റ് ഈസ് യു ഹു സമ്മൺ ദ ഡെവിൾ അറ്റ് ദിസ് അവർ. എന്താണ് ഇതിനർത്ഥം? ഈ മണിക്കൂറിൽ ഓർക്കുക, നിങ്ങളാണ് പിശാചിനെ വിളിച്ച് വരുത്തുന്നത്. ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കേട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ്. ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12 പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ഈ മണിക്കൂർ? ഏതാണ് ഈ മണിക്കൂർ? അതെനിക്ക് മനസ്സിലായി. ഈ മണിക്കൂർ എന്ന് പറയുന്ന സംഭവമൊക്കെ ആ സമയത്തൊക്കെ ക്ലോക്കും വാച്ചും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും. ക്രിസ്തു ആത്മാവിൽ നെടുവേർപ്പിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പെസഹ കുഞ്ഞാടായ ഈശോ ഈ മണിക്കൂറിലാണ് പെസഹ പൂർത്തിയാക്കിയത്, കുരിശിൽ വെച്ച് ആ പെസഹ പൂർത്തിയാക്കിയത്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു: എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക്, യോഹന്നാൻ ശ്ലീഹായ്ക്ക്, പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത്. അതിനുശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ സിനിമയുടെ ഒരു മിനിറ്റ്, ഈ ഇപ്പം മണിക്കൂറിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ. അതായത് ഈ സമയത്തെ യേശുവിൻ്റെ ഒക്കെ ആ സമയം കാലത്തുമൊക്കെ ഈ സമയവും കാലങ്ങളൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. അറിയത്തില്ല കേട്ടോ, എനിക്ക് അറിയാൻ മേല. പറയുന്ന പൊട്ടത്തരാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആ സമയത്ത് ഈ മണിക്കൂറുകളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാ ക്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. കലണ്ടർ ഉണ്ടായിരുന്നു? എനിക്കറിയത്തില്ല കേട്ടോ. അത് യേശു ജനിച്ച സമയം എന്നൊക്കെ പറഞ്ഞു. ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി കൃഷ്ണൻ്റെ പറഞ്ഞില്ല, ശിവൻ്റെ പറഞ്ഞില്ല എന്നൊന്നും പറയില്ല. മൊത്തത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട്, ഇവരെങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതെന്ന്. അതായത് ഇപ്പം യേശു ജനിച്ചത് ഡിസംബർ 25 എന്ന് പറയുന്നു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്? ആ സമയത്ത് കലണ്ടർ ഉണ്ടായിരുന്നു. കലണ്ടർ കണ്ടുപിടിച്ചതിന് ശേഷം ചുമ്മാ ഒന്ന് കറക്കി കുത്തി ഈ ദിവസം അങ്ങ് എടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ കൃഷ്ണൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ, ശിവൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ, ഇവരുടെയൊക്കെ നമ്മുടെ കലണ്ടർ കണ്ടുപിടിച്ചതിന് ശേഷം ഇന്നൊരു ഡേറ്റ് ചുമ്മാ തീരുമാനിച്ചിട്ട് ഇന്നത് കൃഷ്ണൻ ജനിച്ചത്, ഇന്നത് ശിവൻ ജനിച്ചത്, ഇന്നത് യേശു ജനിച്ചത് എന്നൊക്കെ ചുമ്മാ അങ്ങ് തീരുമാനിച്ചല്ലേ. അല്ലാതെ ഇപ്പം നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പോലും, നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും, അവർക്കൊക്കെ പോലും ജനിച്ച ദിവസവും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് വട്ടം കറക്കി പറയാറില്ലേ ഉള്ളായിരുന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരുടെ ആധാർ കാർഡിലൊരു ഒരേ മാസം ഒരേ മാസം കിടക്കുന്നത് മിക്കവാറും, ഒരേ ഡേറ്റും. അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അവർ കൃത്യമായിട്ട് ഏത് ദിവസമാണ് ജനിച്ചതെന്ന് പോലും അവർക്കറിയത്തില്ല. അച്ഛൻ്റെ ഒക്കെ ആ കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് ഐ ഡി കാർഡിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം. അപ്പോൾ അതിനും വർഷങ്ങൾക്ക് മുമ്പുള്ള സമയത്ത് ജനിച്ച യേശുവിൻ്റെ ആയാലും കൃഷ്ണൻ്റെ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഇവരുടെ കൃത്യം ജന്മ ദിവസവും കാര്യങ്ങളൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു? ട്രെയിലർ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു. ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനാണ്? നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ.
ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ എന്റെ പൊന്ന് ചേച്ചി, എന്തിനാണ് ഇത് ബൈബിളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത്? ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെറുത്താനെ അല്ലാതെ മറ്റാരെ ആശ്രയിക്കാനാണ് ആ സിനിമയിലെ ഡയലോഗ് എന്ന് പറഞ്ഞത്. ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദൈവപുത്രൻ ആരാ? ലൂസിഫർ സിനിമയിൽ PK രാംദാസ്, അയാളാണ് ദൈവമായിട്ട് കണക്കാക്കുന്നത്. അയാളുടെ മകനാണ് ജതിൻ രാംദാസ്. അതാണ് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടറിനെയാണ് മകനായിട്ട് കണക്കാക്കുന്നത്. അതായത് ദൈവപുത്രൻ, ദൈവമായിട്ട് PK രാംദാസ്. PK രാംദാസിൻ്റെ മകനാണ് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ്. അദ്ദേഹത്തെ ദൈവപുത്രനായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ആ ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെകുത്താനായിട്ട് ഇതിനകത്ത് കണക്കാക്കുന്ന ആരെയാണ്? നമ്മുടെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ. അപ്പോൾ അയാൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആശ്രയിക്കുന്നത് ചെകുത്താനെയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ബൈബിളിനകത്ത് യേശുവിനെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്നൊന്ന് ഓർത്ത് നോക്കി. നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് കേരളത്തിലെ കേരളത്തിലെന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം. ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ തമ്പുരാൻ. ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പിതാവിന്റെയും പുത്രന്റെ ഇടയ്ക്ക് വിരിഞ്ഞ ഒരു പൂവ് എന്ന് പറയുന്നത് അത് സ്റ്റീഫനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. ആ സിനിമ കണ്ടു നോക്കാം ആദ്യം. പ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചനപരത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാത്തിനുപരി എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശുവര പല പ്രാവശ്യം ചെയ്യുക. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പൊന്നോ, സമ്മതിച്ചു കേട്ടോ. ഇതുപോലെ മതം തലയ്ക്ക് പിടിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, മതം തലയ്ക്ക് പിടിച്ചിട്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ ബൈബിളായിട്ടും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇതിനെ മറ്റൊരു രീതിയിലോട്ടൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ തലക്കകത്ത് എന്തുമാത്രം മതം നിറഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സിനിമ പോലും മര്യാദയ്ക്ക് എടുക്കാൻ മേലാത്ത ഒരവസ്ഥ. പണ്ടത്തെ സിനിമയൊക്കെ അപ്പോൾ ഇവർ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇതായിരിക്കുമല്ലോ. പണ്ടൊരു സിനിമയാണ് നിർമ്മാല്യം എന്ന് പറഞ്ഞ സിനിമയോ, അതിനകത്തൊക്കെ പറഞ്ഞാൽ ദേവിയുടെ മുഖത്തോട്ട് തുപ്പുന്നതൊക്കെ കാണിച്ചിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന ഇവിടെ കലാപം ഉണ്ടായേനെ. പക്ഷെ എൻ്റെ പൊന്നോ, ഒരു വാക്ക് പോലും സംസാരിക്കാൻ മേലാത്ത അവസ്ഥ. ഈ സിനിമ എഴുതുന്നവരെ ഇപ്പോൾ സമ്മതിക്കണം കേട്ടോ. അവർ എന്തുമാത്രം സൂക്ഷിച്ച് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണം, മറ്റേത് നോക്കണം, മറിച്ചത് നോക്കണം, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. സ്ത്രീവിരുദ്ധത ഒരു സ്ഥലത്ത്, എൻ്റെ ബോഡി ഷെയ്മിങ് മറ്റൊരു സ്ഥലത്ത്. നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം പ്രയോഗിക്കാറില്ലേ? ഉണ്ട്. അതൊരു സിനിമയ്ക്കകത്ത് വരുമ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. അതിനെ ആ രീതിയിൽ കാണുക, വിടുക. അത് ഇപ്പം നടക്കുന്നത്. മനുഷ്യൻ മുമ്പോട്ട് പോകും തോറും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണോ? ഈ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോഴും കേരളം മതേതരത്വത്തിൻ്റെ അങ്ങേയറ്റമാണ്, ഇവിടെ വർഗീയത ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോൾ ഈ ചേച്ചി വോയിസ് അയക്കുന്നു, ഭയങ്കരമായിട്ട് എൻ്റെ മതത്തിനെതിരെ പറഞ്ഞു, കുരിശിനെ പറഞ്ഞു, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടല്ലോ. ഇവർ ഇപ്പം ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചു, അല്ല ക്രിസ്ത്യാനിയായുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ച് മാമാദീസ വെള്ളം തലയ്ക്ക് വീണതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ സംസാരിക്കുന്നത്. മറിച്ച് ഇവരേതെങ്കിലും ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത് എന്നുണ്ടെങ്കിലോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇവരെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കുമോ? അല്ല. അതായത് നമ്മൾ തീരുമാനിച്ചിട്ടല്ലല്ലോ നമ്മൾ ഓരോ മതത്തിലോട്ട് വരുന്നത്, നമ്മുടെ ചോയ്സ് അല്ലല്ലോ. നമ്മൾ ജനിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്ത പ്രായത്തിൽ നമ്മളെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയായിട്ട് അവരങ്ങോട്ട് വളർന്നങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും മതം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇതാണ് ഈ കുഴപ്പങ്ങൾ മൊത്തം. നിങ്ങളൊന്ന് ചിന്തിച്ചിരിക്കുക. ഒരു നേഴ്സോ ഡോക്ടർമാരോ വിചാരിച്ചാൽ ഇത് മാറ്റാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ ഒരു വെബ് സീരീസ് കണ്ടോ, എന്നാൽ 1000 ബേബീസ് എന്ന് പറഞ്ഞു, കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ പോയി കണ്ടു നോക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മാറ്റുമോ പിള്ളേരെ? അപ്പോൾ ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്കും അവൻ ഹിന്ദു, അപ്പുറത്തോട്ട് മാറ്റി കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യാനി. ഇതിനകത്തൊക്കെ എന്ത് കഥയിരിക്കുന്നത്? ഈ മതം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. ഇപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ടല്ലോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമ വേണമെങ്കിൽ കാണണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വെകളി കൊണ്ടുന്നുണ്ടല്ലോ. അതായത് അവരുടെ മതത്തെ അവർ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ഇവർ മനുഷ്യനെയാണോ സ്നേഹിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അവരുടെ മതത്തെ പറഞ്ഞുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് ചൊറിച്ചിൽ വന്നു. അപ്പം ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഈ ദൈവത്തിനൊപ്പം പവറൊന്നും ഇല്ലേ? ഇവരെന്തിനാണ് ഈ വെകളി കൂടുന്നത്? ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ
ഈ സിനിമയ്ക്കെതിരെ നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ദൈവം ചെയ്തോളുമല്ലേ. അപ്പം ദൈവത്തിന് നിരക്കാഴിക കാണിക്കുന്നു. ഒരാളിങ്ങനെ നമ്മുടെ മതത്തെ അധിക്ഷേപിച്ചു, മറിച്ചാന്ന് പറഞ്ഞ് ഈ മനുഷ്യന്മാരാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് ദൈവത്തിനെ മനുഷ്യന്മാർ രക്ഷിക്കുന്നു. അതായത് ദൈവത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ഇറങ്ങിത്തിരിക്കുന്നു, വെട്ടും കുത്തും ഉണ്ടാക്കുന്നു, അടി ഉണ്ടാക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. ദൈവമായിട്ട് ഡയറക്റ്റ് ഇതുവരെ ആർക്കും അങ്ങനെ ശിക്ഷ കൊടുത്ത്, ഇവർക്ക് ചുമ്മാ പറയാം ദൈവം ശിക്ഷ കൊടുത്ത്, അല്ലെ ദൈവം രക്ഷിച്ചു, ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ? പക്ഷേ നമ്മൾ കണ്ണിൽ കാണുന്ന തന്നെ മനുഷ്യന്മാർ ദൈവത്തെ സംരക്ഷിക്കുന്നു, വഴക്ക് പിടിക്കുന്നു. ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തു, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൃപാസനത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തു. ഇതിനകത്ത് ഏതെങ്കിലും ദൈവം വന്നിട്ട് എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. മനുഷ്യന്മാരാണ് ഈ ചൊറിയുന്നത് മൊത്തം. അയ്യോ എൻ്റെ ദൈവത്തിനെ പറഞ്ഞു, ദൈവമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുമില്ല, ഒന്നുമില്ല. ഇമ്മാരങ്ങോട്ട് ഇറങ്ങുമോ? ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്ന് കോവിഡിൻ്റെ സമയത്ത് ഈ ഒരു ദൈവത്തിനെയും കണ്ടിട്ടില്ല. കോവിഡ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം വീണ്ടും വാലുപൊക്കി. ഒരു കോവിഡും കൂടെ വരുവാണെങ്കിൽ ഇതുങ്ങളെല്ലാം വീണ്ടും മാളത്തിൽ കയറി വിളിക്കും. എന്നിട്ടൊന്നും ദൈവത്തിനൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പിന്നെ ഇവർക്ക് ആകെപ്പാടെ പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമോ, ശാസ്ത്രജ്ഞന്മാരാണല്ലോ വാക്സിൻ കണ്ടുപിടിച്ചത്. ഈ ശാസ്ത്രജ്ഞന്മാർക്ക് വാക്സിൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധി പറഞ്ഞു കൊടുത്തത് ദൈവമാണെന്ന് വേണമെങ്കിൽ ഇവർ പറയും. എന്ത് ചെയ്യാനാന്ന് പറയാം, ഒരു രക്ഷയില്ല. അവരെങ്ങനെയെങ്കിലും ഉരുണ്ട് കളിച്ച് ഇവർ ദൈവത്തെ രക്ഷിച്ചിരിക്കും.